അപ്പം WCC യഥാർത്ഥത്തിൽ നോക്കുന്നത് അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ലോലി, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ മുന്നോട്ട് വയ്ക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ സംഘമാണ്, ഹൊറിസോണ്ടൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന. നമ്മൾ പവർ നിങ്ങൾ സെക്രട്ടറി ആരാ, നിങ്ങൾ എല്ലായ്പ്പോഴും കോർ കമ്മിറ്റിയിൽ നിന്ന് എന്തിനാണ് എഴുതുന്നത്, അല്ലെങ്കിൽ MC എന്തിനാണ് എഴുതുന്നത്, ഒരാളുടെ പേരെഴുതിക്കൂടെ, പേരെഴുതിയാലല്ലേ അതിനൊരു അതോറിറ്റി ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു കളക്റ്റീവാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ് ഇതിൽ പല ഡിസിഷൻസും എടുക്കുന്നത്. അത് ഞങ്ങളുടെ തീരുമാനമാണ്, അത് വർക്ക് ആവുന്നുണ്ട്. അങ്ങനെയും സംഘടനകൾക്ക് പ്രവർത്തിക്കാമെന്നുള്ളത് ഞങ്ങൾക്ക് ഈ 5 വർഷം കൊണ്ട് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. എല്ലായ്പ്പോഴും വളരെ സ്മൂത്ത് ആവണമെന്നില്ല, പക്ഷെ അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അടികൂടിയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞും എല്ലാമാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത്, എല്ലാ സംഘടനകളിലും എന്ന പോലെ തന്നെ. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താ പറയുക, രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് അവർ എന്തു പറഞ്ഞു ഓരോ കാര്യത്തിലും എന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ആ ജേർണീൻ്റെ ഒപ്പം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അതേ സംബന്ധിച്ച് 1-2 കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന കൂട്ടത്തിൽ സജ്ജത മഠത്തിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഹണ്ടിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട്, ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് ഇത് ഷെയർ ചെയ്തത് എന്നാണ്, ഹണ്ടെന്നായിരുന്നു ആ വാക്ക്. അത് ഒരു ഭാവനയുടെ ഒരു സിനിമയുടെ പോസ്റ്റർ, സിനിമ ഹണ്ടിന്റെ പോസ്റ്റർ. അത് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ട്രോളാണ്, അത് മൂർച്ചയുള്ളൊരു ട്രോളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രോൾ ചെയ്യുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവത്തെ എങ്ങനെയാണ് ട്രോളുകൾ ചില സമയത്ത് നമ്മൾ ലൈറ്റായിട്ടും കാര്യങ്ങൾ അതുണ്ടല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്. ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള നോട്ടുകൾ ഇടുന്ന ആളാണ്. പക്ഷെ ഞാൻ വളരെ ഹ്യൂമറോടുകൂടി ലോകത്തെ കാണുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന ആളും കൂടിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടും. കാരണം വെച്ചാൽ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ അങ്ങനെയാണ് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഓരോരോ വഴികളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പല തരത്തിൽ ഇത് ഡിസ്കഷൻ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യർ ഇതിന് WCC രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇനിഷ്യേറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മഞ്ജു വാര്യരുടെ പേരോ ഇല്ലെങ്കിൽ ഇപ്പോൾ ട്രോളുന്നവരുടെ മഞ്ജു വാര്യർക്ക് ചില സൗകര്യങ്ങളുണ്ടായി, അതുകൊണ്ട് അയാൾ മാറുന്നു. ഇത് വ്യക്തിപരമായ ഒരു സാധനം മാത്രമല്ല, കാരണം ഇത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഇത് ഉണ്ടാവുന്നത്. ചിലരൊക്കെ അതിന് ഐക്കണാവേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർവതി ചില സഫറിങ്സ് ചെയ്തിട്ടുണ്ട് എന്ന ഡിസ്കഷനും നടക്കുന്നുണ്ട്. അപ്പം അത് പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ കൂടിയാണ്. അത് നമ്മൾ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സ്പേസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിട്ടുപോയവരൊക്കെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോഴും ഈ ഒരു കളക്റ്റീവ് കൃത്യമായിട്ടുള്ളൊരു നിയമമില്ലാതെ ഒരു സംവിധാനം, ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിക്കാതെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണോ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്? ഞാൻ SFIയിലൂടെയൊക്കെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ വന്നത്. പിന്നെ പരിഷത്തിൽ വളരെ ആക്റ്റീവാണ്, ശാസ്ത്രാഹിത്യ പരിഷത്തിൽ ഭയങ്കര ആക്റ്റീവ്. NGO യൂണിയനിൽ മെമ്പറായിരുന്നു, ഒരു കാലത്ത് പാർട്ടി മെമ്പറായിരുന്നു. അപ്പം പല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളാണ്. എൻ്റെ അമ്മ വളരെ ആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളരെ ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ WCC ആസ് എൻ ഓർഗനൈസേഷൻ എനിക്ക് തന്ന ലേണിംഗ്, അത് തന്ന സന്തോഷം എനിക്ക് വേറെ ഒരു ഓർഗനൈസേഷനും കിട്ടിയിട്ടില്ല. കാരണം അതൊരു കൂട്ടായ്മയുടെ, നമ്മൾ സ്വയം പഠിച്ചെടുക്കുവാണ്. ഇതിൽ വന്നിട്ടുള്ള വലിയൊരു പങ്കാളികളും ഇത്തരം ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് ആകെയുള്ള ആ പെർട്ടിക്കുലർ അവൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊരു ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടൊന്നും അല്ലല്ലോ എല്ലാവരും കൂടുന്നത്. നമ്മൾ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്, ഈ സിസ്റ്റത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന തോന്നലോടുകൂടി വന്ന ആൾക്കാരാണ് വലിയൊരു പങ്കാൾക്കാരും. പക്ഷെ ഞങ്ങൾ തന്നെ എത്ര മാറി. ഓരോരുത്തരും ഇപ്പം നിങ്ങൾ എവിടെ വെച്ച് സംസാരിച്ചാലും ഞങ്ങൾക്ക് എല്ലാവരും ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും പറയുക. അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിൽ അത് പോസിബിൾ ആയി. ഇപ്പം നമുക്ക് പരസ്പരം സംസാരിച്ചും ചിന്തിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടും
ആ ഒരു സംഗതി പല ഓർഗനൈസേഷനിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് പ്രവർത്തിച്ച പല സംഘടനകളിലും ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് വളരെ സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷേ തീർത്തും വ്യത്യസ്തമായുള്ളൊരു ഒപ്പീനിയൻ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേൾക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അതിങ്ങനെ ആയാൽ അത് കുറച്ചുകൂടി നന്നാവില്ലേ എന്ന രീതിയിൽ സംസാരിച്ച് ഒരു ഈഗോയും ഇല്ലാതെ, വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ, ഈഗോ ഇല്ലാതെ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണത്. എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും, കാരണം ഞാൻ മറ്റു തരം ഓർഗനൈസേഷന് പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, അതാണ് ഈ ഓർഗനൈസേഷന് ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. പിന്നെ നേരത്തെ ചോദിച്ച പോലെ നമ്മളെ കൂടെ കുറേ മനുഷ്യരുണ്ട്. ചിലപ്പം ചില മനുഷ്യർക്ക് ഇപ്പോൾ ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കരിയറിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ അവിടെ ഇല്ല എന്നുള്ളതല്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് എന്തി വലിഞ്ഞ് നോക്കിയിട്ട് പോരുന്നുണ്ടാവും. ചില ആളുകൾ ആ സമയത്ത് അതിന് പകരമായി വേറൊരാൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇങ്ങനെയാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മഞ്ജു ആണെങ്കിൽ മഞ്ജു അവിടെ ഉണ്ട്, പക്ഷെ മഞ്ജുവിന് പഴയതുപോലെ ചിലപ്പം തിരക്കിൻ്റെ ഇടയിൽ അത് പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷെ അവരൊരിക്കലും WCCയെ തള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, തിരിച്ച് WCCയും തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരസ്പരം കൈ പിടിക്കേണ്ട സ്ഥലത്തൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്, ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ രഞ്ജിനി WCC ഇംപ്ലീഡ് ചെയ്തിട്ടുള്ള ഒരു കേസിൽ രഞ്ജിനി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ WCC മെമ്പറാണ്, വളരെ പ്രിയപ്പെട്ട WCC മെമ്പറാണ്. അവർ വന്നിട്ട് പറഞ്ഞു, എനിക്കത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരിക്കലും അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് അവരത് പറയുന്നു എന്നുള്ളത്. അവർ കടന്നു പോകുന്നൊരു ട്രോമ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. കാരണം സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കത് മനസ്സിലാവണം. അതിൽ രാഷ്ട്രീയം ഒന്നും ഈഗോയും ഒന്നും വെച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മളവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആസ് എ ഓർഗനൈസേഷൻ നമ്മൾ ഇതിൽ സ്റ്റാൻഡ് എടുത്തു, ഇത് പുറത്തു വരണം എന്നുള്ളത്. പുറത്തു വരുന്ന കാര്യത്തിൽ ചില പേരുകൾ കൂടെ പുറത്തു വന്നാൽ നന്നായിരുന്നു എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അവരെയൊക്കെ മറച്ചു പിടിക്കേണ്ടതില്ല, സർക്കാർ അത് പൂഴ്ത്തി വെക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് റൈറ്റ് ഇൻഫർമേഷൻ്റെ പരിധിയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനോടുള്ള സമീപനം എന്താ? എനിക്ക് തോന്നുന്നു റൈറ്റ് ഫോർ ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരേണ്ടതില്ല. നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലുള്ള വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക, അത് ക്ലീനപ്പ് ചെയ്യാനുള്ള പണിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഇതിനിപ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇനി ഞാൻ ലീഗൽ പേഴ്സൺ അല്ല, ലീഗൽ എക്സ്പേർട്ടീസ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ WCCയിൽ ആർക്കും പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ തന്നെ വരണം എന്നുള്ളത്. അപ്പം നമ്മളത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിനെയും അതേപോലെ കോടതിയെയും വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളതേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പ്രതീക്ഷ ഗവൺമെൻറ്റിലും കോടതിയിലും തന്നെയാണ്. അതിലൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്കറിയാലോ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ കുറച്ചുകൂടെ നമ്മളതിനെ പോസിറ്റീവായി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ പേഴ്സണലിയും അറിയാവുന്ന ഒരുപാട് പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ നന്നായിട്ട് മാറുകയും കുറേ പേർക്ക് ആത്മവിശ്വാസം കിട്ടുകയും അവർ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്ന സെൻറ്റൻസുകളിലുണ്ട് ഇനി ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ഇത് കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല, അത് അയാളുടെ വിചാരം മാത്രമാണെന്ന് പറയാം. അതൊരു ഭയങ്കര ബോൾഡ്നെസ് ആണ്. അത് മറ്റുള്ളവരെയും കൂടെ ഇൻസ്പയർ ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവർ ഇപ്പം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ 10 ഇരട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഉണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പോലും ഉണ്ട്. പക്ഷേ അവരെല്ലാവരും പുറത്തു വന്ന് പറയണമെന്ന് ഞാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം അവരൊക്കെ അനുഭവിക്കാൻ പോകുന്ന ട്രോമ എന്താണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യം ചിലപ്പോൾ അവരെയൊക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് തോന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റലി അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് ശക്തി പകരാൻ നമ്മളെപ്പോഴും ഉണ്ട്. WCC എപ്പോഴും ഉണ്ട്. അത് എന്താ പറയുക, നമ്മൾ അതിൽ ലീഗൽ ഫൈറ്റൊക്കെ അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. ആകെ നമുക്ക് ചെയ്യാൻ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക ഒരു ഫൈറ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നിന്നുകൊണ്ട് അവർ ചില കാര്യങ്ങൾ അവരത് മനസ്സിലാക്കി, ഞങ്ങൾ മുന്നോട്ട് വെച്ച ഫൈറ്റ് മനസ്സിലാക്കിക്കൊണ്ട് കുറേ സ്ത്രീകൾ മുന്നോട്ട് വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതിൽ കൂടുതൽ നമുക്ക് അതിലൊന്നും പ്രതീക്ഷിക്കാൻ, ഇത് തന്നെ ഇത്രയൊക്കെ സംഭവിച്ചത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. മിനിമം ഇത് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓരോ സ്ത്രീകളും ഇത് കൈകാര്യം ചെയ്യും. സ്ത്രീകൾ മാത്രമല്ല, സമൂഹം തന്നെ അത് കൈകാര്യം ചെയ്യും, ഇൻഡസ്ട്രി അത് കൈകാര്യം ചെയ്യുന്നിടത്താണ് നമുക്ക് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കിട്ടുകയെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു.